ഇന്ന് കുറച്ച് മാമ്പഴ പുളിശ്ശേരിയാണേ. മാങ്ങാക്കാലമായി കഴിഞ്ഞാൽ ഞാൻ ഈ കറി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഉണ്ടാക്കണത് കണ്ടിരിക്കണേ. എല്ലാത്തിനും ഒരു പ്രത്യേക രുചിയായിരിക്കൂല്ലേ. ഞാനിവിടെ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കണത്. നല്ല രുചി ഉണ്ടാവാറുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാവാറുണ്ട് കേട്ടോ. കുക്കറിലും കൂടി ഞാനിത് ഉണ്ടാക്കാറുണ്ട് കേട്ടോ, ഗ്യാസ് ലാഭിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കലത്തിലുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. 10 കുഞ്ഞൻ മാങ്ങ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ചെറിയ മാങ്ങയ്ക്ക് ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ. ആദ്യം അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കണേ. എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് നമുക്ക് കുറച്ചും കൂടി മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കണത്. അതൊന്ന് തിരുമ്മി പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. കയ്യിലും കൊണ്ട് ഇളക്കിയാലും മതി. ഈ സമയത്ത് പച്ചമുളക് കീറിയത് 2 ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ അതിലേക്ക് അത് വേവാനുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുക്കണേ. 1.5 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം അധികം ആവരുത് കേട്ടോ. കുറുകിയ ചാറോട് കൂടിയ മാമ്പഴപ്പുളിശ്ശേരി പ്രത്യേക രുചിയാണ്. പിന്നെ മാങ്ങ വേഗം വെന്ത് കിട്ടും ചെയ്യൂലോ. നന്നായി ഇളക്കിയ ശേഷം അതിലേക്ക് മധുരത്തിനുള്ള ശർക്കര ചേർത്ത് കൊടുക്കണത്. നല്ല മധുരമുള്ള മാങ്ങയായിരുന്നു കേട്ടോ. അതുകൊണ്ട് അരപ്പൊട്ടേ ചേർക്കണുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരച്ച് ചേർക്കാം. പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം കേട്ടോ. മൂടി വെച്ച് 10 മിനിറ്റ് വേവിക്കാം. ഇതിലേക്കുള്ള അരപ്പാണ് 1 കപ്പ് നാളികേരം, 1/2 ടീസ്പൂൺ ജീരകം, 2 പച്ചമുളകുമാണ് കേട്ടോ ചേർക്കണേ. 2 കയ്യിൽ തൈരും കൂടിയും ചേർക്കുന്നുണ്ട്. പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കണേ. പുളിയുള്ള തൈരാണെങ്കിൽ തൈരിൻ്റെ അളവൊന്ന് കുറച്ച് കുറയ്ക്കുക കേട്ടോ. നാളികേരവും ജീരകവും പച്ചമുളകും ഇത് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ മാങ്ങ 10 മിനിറ്റ് ആകുമ്പോഴേക്കും നന്നായി വെന്ത് വന്നിട്ടുണ്ടാവും. ദാ ഇതുപോലെ കേട്ടോ. അപ്പോൾ നമ്മൾക്ക് അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറേ വെള്ളം ചേർക്കുമ്പോൾ അതിനൊരു രുചി കുറയുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. കുറുകിയ ചാറോട് കൂടിയ മാമ്പഴ പുളിശ്ശേരിയാണ് പ്രത്യേക രുചി കേട്ടോ. ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ട് ചെറിയൊരു തള വരുമ്പോഴേക്കും ഇത് ഓഫ് ചെയ്യണം കേട്ടോ. വല്ലാതെ തിളച്ചതിൻ്റെ രുചി കുറയും. അതിനുശേഷം നമുക്കിതിലേക്ക് വറവിടാം. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഉലുവി ഉണക്കമുളകും കറിവേപ്പിലയും നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഒരു നുള്ള് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കണേ. മുളക് പൊടി ഇടുമ്പോൾ കരിയാതെ നോക്കണം. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇട്ടാൽ മതി കേട്ടോ. കറിവേപ്പില ആദ്യം ഒരു തണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് ഈ വറവിട്ടതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. മാമ്പഴ പുളിശ്ശേരി ഒന്ന് തണുത്തിട്ട് ചൂടുള്ള ചോറിലേക്ക് ഒഴിച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണേ. നിങ്ങളിങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നല്ല രുചിയായിരിക്കും കേട്ടോ. വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി.